നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. NIA-യും IB-യും റോയും ഒക്കെ തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന ഒരു കൊടും ക്രിമിനലുണ്ട്. പഞ്ചാബിൽ ഖാലിസ്ഥാൻ വാദം വളർത്താൻ തല പൊക്കിയിരിക്കുന്ന ഒരു നേതാവ്. ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ അതേ എക്സാക്ട് കോപ്പിയാകാൻ നടക്കുകയാണ് അമൃത്പാൽ സിംഗ് എന്ന കൊടും ക്രിമിനൽ. ഖാലിസ്ഥാനി വാദം വളർത്താൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് സ്വീകരിച്ച് പഞ്ചാബിൽ വലിയ രീതിയിൽ ചെറുപ്പക്കാരെ തങ്ങളുടെ വലയിലേക്ക് വീഴ്ത്തുകയാണ് അമൃത്പാൽ സിംഗും കൂട്ടരും. ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ഒരിക്കൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഖാലിസ്ഥാനെ അടിച്ചൊതുക്കിയതാണ്. എന്നാൽ വീണ്ടും പല രൂപത്തിൽ പല ഭാവത്തിൽ സംഘടന തല ഉയർത്തി. ഇപ്പോൾ അമൃത്പാൽ സിംഗിന്റെ നേതൃത്വത്തിലാണ് തല പൊക്കിയിരിക്കുന്നത്. വലിയൊരു തിരിച്ചടി ഉണ്ടായത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു അമൃത്പാൽ സിംഗ്. ഖാലിസ്ഥാന്റെ വളർച്ച പഞ്ചാബിലുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു അമൃത്പാൽ സിംഗിന്റെ വിജയം. ഇപ്പോൾ അമൃത്പാൽ സിംഗ് പരോളിൽ പുറത്തിറങ്ങാൻ പോകുകയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ. അമൃത്പാൽ സിംഗിന്റെ തലയെടുക്കുമോ IB-യും റോയും എന്ന് കാത്തിരുന്ന് കാണണം. കാരണം അജിത് ഡോവലിന്റെ കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ. അസമിലെ ഡിബ്രുഗഡ് ജയിലിൽ കിടന്നുകൊണ്ട് പഞ്ചാബിലെ ഖാഡൂർ സാഹിബ് സീറ്റിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച അമൃത്പാൽ സിംഗിന് വെള്ളിയാഴ്ച മുതൽ 4 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചിരിക്കുകയാണ്. പരോളിൽ പുറത്തിറങ്ങുന്ന അമൃത്പാൽ സിംഗിനെ തിരികെ ജയിലിലേക്ക് എത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഈ തലയെടുക്കാൻ പലരും വട്ടം കൂടിയിട്ടുണ്ട്. അതിൽ IB-യും റോയും മുൻപന്തിയിൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു അജ്ഞാതന്റെ രൂപത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്നത് പോലെ അജ്ഞാത രൂപത്തിലാണല്ലോ പല തലകളും എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു സംഭവം അരങ്ങേറുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അമൃത്പാൽ സിംഗ് പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ പഞ്ചാബിലെ അമൃത്പാൽ സിംഗിന്റെ അനുയായികൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും അമൃത്പാൽ സിംഗിനെ തൊടാൻ അനുവദിക്കില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്നാൽ തൊടുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണാം. സത്യപ്രതിജ്ഞ ചെയ്യാൻ പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അമൃത്പാൽ സിംഗ് പഞ്ചാബ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ആവശ്യം ഉന്നയിച്ച് സർക്കാർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അപേക്ഷ നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരോള്. നേരത്തെ ബാരാമുള്ളയിൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ച ഷെയ്ഖ് അബ്ദുൾ റാഷിദിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ 2 മണിക്കൂർ പരോൾ അനുവദിച്ചിരുന്നു. ഇദ്ദേഹം ജൂലൈ 5-ന് സത്യപ്രതിജ്ഞ ചെയ്യും. 2017-ൽ UAPA കേസിൽ അറസ്റ്റിലായ റാഷിദിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചിരുന്നു. അമൃത്പാലും റാഷിദിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ സത്യപ്രതിജ്ഞ തീയതിയെക്കുറിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അമൃത്പാലിന്റെ കുടുംബവും അഭിഭാഷകനും അറിയിച്ചിരിക്കുന്നത്. ഖാഡൂർ സാഹിബിൽ കോൺഗ്രസിന്റെ കുൽബീർ സിംഗ് സീറയെ 1,97,120 വോട്ടിനാണ് അമൃത്പാൽ സിംഗ് പരാജയപ്പെടുത്തിയത്. വാരിസ് ദേ പഞ്ചാബ് എന്ന ഖാലിസ്ഥാൻ അനുകൂല സംഘടനയുടെ തലവനാണ് അമൃത്പാൽ. കഴിഞ്ഞ വർഷമാണ് ദേശസുരക്ഷാ നിയമപ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്തത്. അമൃത്പാലിന്റെ വിജയമാണ് വലിയ ഒരു ഷോക്കായിരുന്നു കേന്ദ്ര സർക്കാരിന്. കാരണം അമൃത്പാൽ സിംഗിനും ഖാലിസ്ഥാനും ഇത്രത്തോളം അനുയായികളും ആരാധകരും ഉണ്ടോ എന്നത് കേന്ദ്രത്തെ ഞെട്ടിച്ചിരുന്നു. കാരണം തല പൊക്കിയിരിക്കുന്ന ഖാലിസ്ഥാനി വാദത്തെ വീണ്ടും അടിച്ചൊതുക്കാൻ കേന്ദ്രം സർവശക്തിയും എടുത്തു കഴിഞ്ഞു. മോദിയെയും അമിത്ഷായെയും ഒക്കെ വെല്ലുവിളിച്ചതാണ് ഈ അമൃത്പാൽ സിംഗ്. കൊല്ലുമെന്നും തലയെടുക്കുമെന്നും ഒക്കെ പൊതുമധ്യത്തിൽ നിന്നാണ് അമൃത്പാൽ സിംഗ് കേന്ദ്ര സർക്കാരിലെ പലരെയും വെല്ലുവിളിച്ചിട്ടുള്ളത്. മോദിയെയും അമിത്ഷായെയും തീർക്കുമെന്നും കട്ടായം പറഞ്ഞിരുന്നു. പഞ്ചാബിലെ അമൃത്സറിലെ ജല്ലുപൂർ ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് 30-കാരനായ അമൃത്പാൽ സിംഗ്. 2022 ഫെബ്രുവരി വരെ ഇയാൾ ദുബായിൽ കഴിഞ്ഞു വരികയായിരുന്നു. അവിടെ തന്റെ ബന്ധുവിന്റെ ട്രാൻസ്പോർട്ട് ബിസിനസ്സിൽ സഹായിക്കുകയായിരുന്നു ഇയാളുടെ ജോലി. മുൻകാലങ്ങളിലെ ഖാലിസ്ഥാനി നേതാക്കളെ പോലെ അമൃത്പാൽ യാഥാസ്ഥിതിക സിഖ് ജീവിതശൈലി പിന്തുടർന്നിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സിഖുകാരുടെ തലപ്പാവ് ഇയാൾ ഉപയോഗിച്ചിരുന്നില്ല. മുടി നീട്ടി വളർത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, വെട്ടി ഒതുക്കിയ ഫാൻസി കട്ട് ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഇയാൾ പിന്തുടർന്നിരുന്നത്. മതചിഹ്നങ്ങളും ധരിച്ചിരുന്നില്ല. സോഷ്യൽ മീഡിയയിലും ഇയാൾ സജീവമായിരുന്നു. 2022 ഫെബ്രുവരി 15-ന് പഞ്ചാബി നടനും അന്നത്തെ വാരിസ് പഞ്ചാബ് ദേ തലവനുമായ ദീപ് സിദ്ധു ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് അമൃത്പാലിന്റെ ജീവിതം മാറിമറിഞ്ഞത്.
ഒരു സുപ്രഭാതത്തിൽ ഇയാൾ പഞ്ചാബിലെത്തുകയും വാരിസ് പഞ്ചാബ് ദേയുടെ അടുത്ത തലവൻ താനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. 2022 സെപ്റ്റംബർ 29 മോഗ ജില്ലയിലെ റോഡ് ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ അമൃത്പാൽ സിംഗിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ വാരിസ് പഞ്ചാബ് ദേയുടെ അടുത്ത മേധാവിയായി നിയമിച്ചു. ഖാലിസ്ഥാൻ ഭീകരനായ ഭിന്ദ്രൻവാലയെ പോലെ മാറാൻ ശ്രമിക്കുന്ന അമൃത്പാലിനെ ആയിരുന്നു പിന്നീട് എല്ലാവരും കണ്ടത്. ഭിന്ദ്രൻവാലയെ ഓർമ്മിപ്പിക്കുന്ന വേഷവിധാനത്തിലാണ് ഇയാൾ പിന്നീട് പൊതുവേദികളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. തുടർന്ന് യുവാക്കൾക്കിടയിൽ വിഘടനവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആരംഭിച്ചു. തന്റെ പല അഭിമുഖങ്ങളിലും അമൃത്പാൽ സിംഗ് ഖാലിസ്ഥാൻ രൂപീകരിക്കണമെന്ന ആവശ്യത്തെ ന്യായീകരിച്ചു. തീവ്ര ഹിന്ദുക്കൾക്ക് ഒരു ഹിന്ദു രാഷ്ട്രം ആവശ്യപ്പെടാൻ കഴിയുമെങ്കിൽ സിഖ് രാഷ്ട്രം ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല എന്നായിരുന്നു ഇയാളുടെ പ്രചാരണം. ഫെബ്രുവരി 24 പഞ്ചാബിലെ അജ്നാല പോലീസ് സ്റ്റേഷനിലേക്ക് അമൃത്പാലിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പേർ തോക്കും വാളുമായി എത്തിയ സംഭവം വലിയ ചർച്ചയായി. പോലീസ് അറസ്റ്റ് ചെയ്ത തന്റെ അനുയായിയായ ലവ്പ്രീത് സിംഗ് തൂഫാനെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം. അന്നത്തെ സംഘർഷത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ലവ്പ്രീത് സിംഗിനെ പിറ്റേന്ന് തന്നെ പോലീസ് വിട്ടയച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ വെല്ലുവിളിച്ചും അമൃത്പാൽ സിംഗ് രംഗത്തെത്തിയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അതേ വിധിയായിരിക്കും അമിത് ഷായ്ക്കെന്നായിരുന്നു ഇയാൾ ഭീഷണി മുഴക്കിയത്. ഇന്ദിരയെ ആകാമെങ്കിൽ എന്തുകൊണ്ട് ഷായെയും മോദിയെയും ആയിക്കൂടാ എന്ന ചോദ്യം ഇയാൾ ഉയർത്തി. പഞ്ചാബിലെ ഖാലിസ്ഥാൻവാദികൾക്കെതിരെ കേന്ദ്ര സർക്കാർ ഇതോടെ NIA ഉപയോഗിച്ച് ശക്തമായ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ ഒളിവിൽ പോയ അമൃത്പാൽ സിംഗിനെ പിടികൂടാൻ രാജ്യവ്യാപകമായ NIAയുടെ തിരച്ചിലും മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് വളഞ്ഞിട്ട് പിടികൂടി. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പഞ്ചാബിലെ ഖാദൂർ സാഹിബ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് അമൃത്പാൽ സിംഗ് വിജയിച്ചു കയറിയത്. 2020 കർഷക നിയമത്തിനെതിരെയുള്ള സമരങ്ങളിന്റെ ഭാഗമായതിന് പിന്നാലെയായിരുന്നു അമൃത്പാൽ സിംഗ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത്.